ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം നാം ഏവരും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് പോലെ പെസഹ വ്യാഴം അഥവാ കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തിൽ പെസഹയെ സംബന്ധിച്ച് പെസഹ നമുക്ക് നൽകുന്ന 2 സന്ദേശങ്ങൾ ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, പെസഹ എന്നത് താഴ്മയുടെ അനുഭവമാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, യേശു അത്താഴം കഴിഞ്ഞ ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുകയും തൻ്റെ തോർത്തുകൊണ്ട് തുവർത്തുകയും ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് തന്നെ തള്ളിപ്പറയുമെന്നും യൂദാ ഒറ്റിക്കൊടുക്കുമെന്നും യേശുവിന് മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും യേശു അവരെ ശുശ്രൂഷിച്ചു. യേശു നമുക്ക് കാണിച്ചു തരുന്നത് ഒരു താഴ്മയുടെ അടയാളമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷക്കാരനെ പോലെയും ആകട്ടെ. എപ്പോഴും ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് സാധ്യമാകുന്നത് താഴ്മയിലൂടെയാണ്. നാം എല്ലായ്പ്പോഴും മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. ദൈവരാജ്യത്തിൻ്റെ പങ്കാളികളാകാൻ സാധിക്കുന്ന താഴ്മയുടെ അനുഭവമാണ് ഈ പെസഹയിലൂടെ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമതായി, പെസഹ ഒരു ഒത്തൊരുമയുടെ അല്ലെങ്കിൽ വേർതിരിവില്ലാത്ത ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ്. പ്രശസ്ത ചിത്രകാരനായ ഡാവിഞ്ചിയുടെ ദി ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം നാം ഏവരും കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ നാം നോക്കുകയാണെങ്കിൽ യേശുവിനെയും 12 ശിഷ്യന്മാരെയും വളരെ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ചിത്രം വരയ്ക്കുമ്പോൾ യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും മുഖം അതിൽ അദ്ദേഹം സങ്കല്പിച്ചിരിക്കുന്നത്, യേശുവിൻ്റെ മുഖം നാം നോക്കുകയാണെങ്കിൽ നല്ല തേജസ്സുള്ള ഒരു മുഖവും, എന്നാൽ ഓരോ ശിഷ്യന്മാർക്കും ഓരോ തരത്തിലുള്ള മുഖമാണ്. അതായത് നിറവ്യത്യാസങ്ങളുണ്ട്, ഭാവവ്യത്യാസങ്ങളുണ്ട്, രൂപവ്യത്യാസങ്ങളുണ്ട്, എല്ലാവരും ഒരുപോലെയല്ല. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യേശു എല്ലാവരെയും ചേർത്തുകൊണ്ടു എന്നുള്ളതാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ പലരും പല ജോലികൾ ചെയ്യുന്നവരാണ്. മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു, ചുങ്കക്കാരനുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരെയും യേശു ഒരുപോലെ ചേർത്തുകൊണ്ടു. യേശു ശമരിയ സ്ത്രീയെ ചേർത്തുകൊണ്ടു, ചുങ്കക്കാരനായ സക്കായെ ചേർത്തുകൊണ്ടു. അതുപോലെ യേശു പാപികളെതിരെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നത്. യേശു വേർതിരിവുകളില്ലാത്ത സ്നേഹമാണ് നമുക്ക് നൽകുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ താഴ്മയുള്ള ഒരു അനുഭവവും മറ്റുള്ളവരെ ചേർത്തുകൊള്ളുന്ന, ആരെയും വേർതിരിവോടെ കാണാതെ. ഇന്നത്തെ ലോകത്തിൽ വളരെയധികം വേർതിരിവുകൾ, നിറത്തിൻ്റെ പേരിലും വംശത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും വളരെയധികം വിവേചനങ്ങൾ നേരിടുന്ന ജനതയാണ്. അവരെയെല്ലാം ഒരുപോലെ ചേർത്തുകൊള്ളാനാണ് ഇന്നത്തെ ദിവസത്തിൽ യേശുക്രിസ്തു നമ്മോട് പറയുന്നത്. അത്തരത്തിൽ എല്ലാവരെയും ചേർത്തുകൊള്ളുന്ന ഒരു താഴ്മയുടെ അനുഭവത്തിൽ ഈ പെസഹ ആചരിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.